ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറയുന്ന ലെസൻ്റെ ആക്ടിവിറ്റീസാണ്. ഈ ഒരു ലെസൻ്റെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ആക്ടിവിറ്റി 1 നോക്കാം. യു ഹാവ് റീഡ് അബൌട്ട് ആര്യാസ് ഡ്രീംസ്. അതായത് ആര്യ ഇൻ ദ കോക്ക്പിറ്റ് എന്ന് പറയുന്ന ലെസണിലൂടെ ആര്യയുടെ ഡ്രീംസിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു അല്ലേ? അതെ. ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ? സ്വപ്നങ്ങളില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. വാട്ട് ഡു യു വോണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്ക് ജീവിതത്തിൽ ആരായി തീരാനാണ് ആഗ്രഹം? ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കില്ലേ ഉണ്ടാവുക? അതെ. റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീം എന്താണ് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ? ഭാവിയിൽ ഡോക്ടർ ആവാൻ, എൻജിനീയർ ആവാൻ, അല്ലെങ്കിൽ എന്താണ് പൈലറ്റ്, ടീച്ചർ, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണോ, നിങ്ങളുടെ ഡ്രീം എന്താണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കാം കേട്ടോ. മൈ അൾട്ടിമേറ്റ് ഡ്രീം ഈസ് ടു ബിക്കം എ ടീച്ചർ. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ്. ദിസ് ഈസൻ ജസ്റ്റ് അബൌട്ട് എ ജോബ്, ഇറ്റ്സ് മൈ പാഷൻ. ഒരു ടീച്ചർ എന്നുള്ളത് ജോബ് മാത്രമായിട്ടല്ല ഞാൻ കാണുന്നത്. എനിക്ക് അതിലുപരി അതിനോടൊരു പാഷനുണ്ട്, ഒരു അഭിനിവേശമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്നത്. I want to help children learn and grow, providing them with a strong educational foundation that will set up them for a positive future. അതായത് എനിക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം, അവരുടെ പഠിത്തത്തിലും അവരുടെ ഉയർച്ചയിലുമൊക്കെ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം. പ്രൊവൈഡിങ് ദം വിത്ത് എ സ്ട്രോങ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ. അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ തന്നെ പ്രൊവൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് വിൽ സെറ്റ് ദം അപ്പ് ഫോർ എ പോസിറ്റീവ് ഫ്യൂച്ചർ. അവർക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഭാവി ഉണ്ടാവാനായിട്ട്. ഐ വിൽ മേക്ക് മൈ ക്ലാസ്സസ് ഇൻട്രാക്റ്റീവ് ആൻഡ് എൻഗേജിങ്. ഞാൻ എൻ്റെ ക്ലാസ്സസ് ഇൻട്രാക്റ്റീവും അതേപോലെ എൻഗേജിങ്ങും ആക്കി മാറ്റുന്നതാണ് പറയുന്നത്. ഇൻട്രാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരു പാഠം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ടീച്ചർ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവുമ്പോൾ ടീച്ചർ മാത്രമേ ആ ക്ലാസ്സിൽ സംസാരിക്കുന്നുള്ളൂ, മറിച്ച് കുട്ടികൾ തിരിച്ച് സംസാരിക്കാൻ, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതേപോലെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും പിന്നെ എന്താണ് അവരുടെ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ തുടങ്ങുമ്പോഴാണ് ക്ലാസ് ഇൻട്രാക്റ്റീവ് ആവുക. അതേപോലെ ടീച്ചേഴ്സും കുട്ടികളും ഒരേപോലെ എന്താണ് ക്ലാസ്സിൽ ഇൻട്രാക്റ്റീവ് ആവുന്ന സമയത്ത് ക്ലാസ് വളരെ എൻഗേജിങ് ആവുകയും ചെയ്യും അല്ലേ? അപ്പോൾ കുട്ടികൾ നല്ല ആക്റ്റീവായിരിക്കും. Not only to help my students excel academically, but also to encourage them in sports, arts and extra curricular activities. അപ്പം ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിനെ അവരുടെ പഠനകാര്യങ്ങളിൽ മാത്രമല്ല, അതേപോലെ തന്നെ അവരുടെ സ്പോർട്സിൻ്റെ ആയാലും ആർട്സിൻ്റെ ആയാലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ആയാലും കാര്യത്തിൽ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നതാണ് പറയുന്നത്. എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക അല്ലേ? ടു അച്ചീവ് ഓൾ ഓഫ് ദിസ് ഐ എം ഡെഡിക്കേറ്റിംഗ് മൈസെൽഫ് ടു മൈ സ്റ്റഡീസ്. ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടീച്ചറായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്നെ തന്നെ പഠിത്തത്തിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അതായത് എൻ്റെ ഫോക്കസ് മുഴുവൻ എന്താണ്? സ്റ്റഡീസിലാണെന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമേ ലൈഫിൽ എന്താവാൻ കഴിയുള്ളൂ? നല്ലൊരു ടീച്ചറാവാൻ കഴിയുള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹിയർ ഈസ് എ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആര്യയുടെ ആഗ്രഹങ്ങളുടെ, ഡ്രീംസിൻ്റെ ഒക്കെ ടൈം ലൈനാണ്. അതായത് ഓരോ വയസ്സിലും അവൾക്ക് ഓരോരോ ആഗ്രഹങ്ങളായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ടൈം ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്യാനും അതേപോലെ അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസസ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 4 years old, എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. അപ്പം 4 വയസ്സായ സമയത്ത് ആര്യയ്ക്ക് ആരാകാനായിരുന്നു ആഗ്രഹം? ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സർക്കസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഊഞ്ഞാൽ പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ഇങ്ങനെ ആടിയിട്ട് അടുത്ത ഊഞ്ഞാലിലേക്ക് ചാടി ഇങ്ങനെ പിടിക്കുകയും അതിൽ പിന്നെ ആടുകയും പിന്നെ തിരിച്ച് ചാടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവരെയാണ് ട്രപ്പീസ് ആർട്ടിസ്റ്റ് എന്ന് പറയുക. അപ്പം 4-ാമത്തെ വയസ്സിൽ ആര്യയുടെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു.
അതിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി 8 years old, 8ാമത്തെ വയസ്സിൽ ആര്യയുടെ ആഗ്രഹം എന്തായിരുന്നു? കൽപ്പന ചൗള ആകുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. കൽപ്പന ചൗള ഒരു ആസ്ട്രോണറ്റാണ്. ബഹിരാകാശ യാത്ര ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആസ്ട്രോണറ്റ് എന്ന് വിളിക്കുക. അപ്പം 8ാമത്തെ വയസ്സിൽ നമ്മളുടെ ആര്യയുടെ ആഗ്രഹം എന്തായിരുന്നു? കൽപ്പന ചൗളേനെ പോലെ ഒരു ആസ്ട്രോണറ്റ് ആവാനായിരുന്നു. നെക്സ്റ്റ് നോക്കാം. 12 years old, 12 വയസ്സായപ്പോൾ ആര്യയ്ക്ക് ആരാകാനായിരുന്നു ആഗ്രഹം? അമേലിയ എയർഹാർട്ട്. അമേലിയ എയർഹാർട്ട് ഒരു ഏവിയേറ്ററാണ്. അവരെ പോലെ ആവാനായിരുന്നു ആരുടെ ആഗ്രഹം? ആര്യയുടെ ആഗ്രഹം. ഇനി എന്താണ്? 18 years old. അപ്പോൾ ആര്യയ്ക്ക് 18 വയസ്സായപ്പോൾ അവൾക്ക് ആരാവാനായിരുന്നു ആഗ്രഹം? ഒരു ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു. അതായത് യുദ്ധവിമാനങ്ങളൊക്കെ ഓടിക്കുന്ന പൈലറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസസ് നമുക്ക് എഴുതാം. When she was 4, Arya wanted to be a trapeze artist like റോസമ്മ. ആര്യയ്ക്ക് 4 വയസ്സായ സമയത്ത് റോസമ്മേനെ പോലെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആര്യയുടെ ആഗ്രഹം. ഫ്ലൈയിങ് ത്രൂ ദ എയർ ഇൻ ഗ്ലിറ്ററി ക്ലോത്ത്സ്. അപ്പോൾ ട്രപ്പീസ് ആർട്ടിസ്റ്റ് എങ്ങനെയാണ്? ഈ സർക്കസ് കൂടാരത്തിൽ എന്താണ് ഒരു ഊഞ്ഞാൽ പോലെ കെട്ടിയിട്ടുണ്ടാവും. ആ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിയിട്ട് അടുത്ത ഊഞ്ഞാലിലേക്ക് ഇങ്ങനെ ചാടി പിടിച്ച് അങ്ങനെ അതിലാടി തിരിച്ച് ചാടി അങ്ങനെയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ഊഞ്ഞാലിൽ എയറിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആര്യയ്ക്ക് റോസമ്മേനെ പോലെ ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു 4ാമത്തെ വയസ്സിൽ ആഗ്രഹം എന്നാണ് പറയുന്നത്. At 8, inspired by കൽപ്പന ചൗള, ഷി ഡ്രീംഡ് ഓഫ് ബിക്കമിങ് ആൻ ആസ്ട്രോണറ്റ്. അപ്പോൾ 8ാമത്തെ വയസ്സിൽ കൽപ്പന ചൗളയിൽ ഇൻസ്പയർഡ് ആയിട്ട് ഒരു ആസ്ട്രോണറ്റ്, ബഹിരാകാശ സഞ്ചാരി ആവാനായിരുന്നു ആരുടെ ആഗ്രഹം? ആര്യയുടെ ആഗ്രഹം. ഷീ ഇവൻ മെയ്ഡ് ആൻഡ് വോർ എൻ ഓറഞ്ച് സ്പേസ് സ്യൂട്ട് ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ അവൾക്ക് വേണ്ടി തന്നെ ഒരു ഓറഞ്ച് കളറുള്ള സ്പേസ് സ്യൂട്ട് ഉണ്ടാക്കി. എന്നിട്ടത് രാവും പകലും ധരിച്ചുകൊണ്ട് നടന്നു. ബിലീവിങ് ഇറ്റ് വുഡ് പ്രൊട്ടക്റ്റ് ഹെർ ഫ്രം ദ ഹാർഷ് ക്ലൈമറ്റ് ഓഫ് സ്പേസ്. അതുമാത്രമല്ല, ഈ ഒരു സ്പേസ് സ്യൂട്ട് അവളെ അവിടുത്തെ ഹാഷായിട്ടുള്ള ക്ലൈമറ്റിൽ നിന്ന്, സ്പേസിലുള്ള ഹാഷായിട്ടുള്ള ക്ലൈമറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും അവൾ വിശ്വസിച്ചു. അറ്റ് 12, ഷീ അഡ്മയർഡ് അമേലിയ എയർഹാർട്ട് ആൻഡ് ബിൽഡ് എ മോഡൽ പ്ലെയിൻ ഫോർ എ സ്കൂൾ പ്രോജക്റ്റ്. അപ്പം 12ാം വയസ്സിൽ അവൾ അമേലിയ എയർഹാർട്ടിൻ്റെ വലിയൊരു ആരാധികയായിട്ട് മാറി. ഒരു മോഡൽ പ്ലെയിൻ അവൾ ഉണ്ടാക്കി സ്കൂൾ പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ട്. ഈവൻ ഗെറ്റിംഗ് എ ഹെയർ കട്ട് ജസ്റ്റ് ലൈക്ക് ഹെർ. അപ്പോൾ അമേലിയ എയർഹാർട്ടിനെ പോലെ ഹെയർ കട്ടൊക്കെ അവൾ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. Finally, at 18, Arya was inspired by the first woman in India to fly fighter plane and aspired to become a fighter pilot herself. അങ്ങനെ അവസാനം 18ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് ഫ്ലൈ ചെയ്തിട്ടുള്ള ആദ്യത്തെ വിമനിനെ ഇൻസ്പയർഡ് ആയിട്ട് ആര്യയ്ക്ക് സ്വയം ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നുള്ള ആഗ്രഹം തോന്നി. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഹെർ സ്റ്റഡീസ് ടു അച്ചീവ് ഹെർ ഡ്രീംസ്. അപ്പോൾ എന്താണ്? ആര്യ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി അവളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഫോക്കസ്ഡ് ഓൺ ഹെർ സ്റ്റഡീസ്, അവളുടെ പഠന കാര്യത്തിൽ മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അച്ചീവ് ഹെർ ഡ്രീംസ്. അപ്പോൾ ഇത്രയാണ് ആക്ടിവിറ്റീസ് ഉള്ളത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.